പണിഷ്മെന്റ് ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്കൂളിംഗ് ഒക്കെ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് പല ആളുകൾക്കും ഒരു ട്രോമ ബിൽഡ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു രീതി ആയിരിക്കില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പണിഷ്മെൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ കേൾക്കുന്നവർക്ക് ഇപ്പം പണിഷ്മെൻ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വിചാരിക്കുന്നത് ആ കുട്ടീനെ ഫിസിക്കലി ഹാം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിനപ്പുറത്തേക്ക് പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് തന്നെ നമ്മൾ സൈക്കോളജിക്കലി രണ്ടായിട്ട് പറയുന്നുണ്ട്. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ കൊടുക്കുക എന്ന് പറയും. അതായത് അടിക്കുക, അവനെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് നമ്മുടെ അറിവിലുള്ള പണിഷ്മെൻറ്റ്. അപ്പുറത്തേക്കൊരു നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പാരൻറ്റിങ്ങിന് വരുമ്പോൾ നമ്മൾ പറയും നീ പാത്രം കഴുകണ്ട, പക്ഷെ നീ പഠിക്കേണ്ടി വരും. സോ ദിസ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്. അപ്പോൾ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജേർണി. അതിൽ ഒരുപാട് നമ്മുടെ പാരൻസിന് കിട്ടിയിട്ടുള്ള അറിവ് വെച്ച് അവർ ചെയ്തത് അടിക്കുക എന്നുള്ളതായിരുന്നു. അവർക്ക് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇതിനപ്പുറത്തേക്ക് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കാം അവർക്ക്. ഇപ്പം ഭയങ്കരമായിട്ട് വാശി കാണിച്ചു, അങ്ങനെ കാണിക്കാതിരുന്നെങ്കിൽ ഞാനൊരു സാധനം ഇപ്പം നമ്മൾ ടോയ്സ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമിലേക്ക് ഇത്ര കാര്യം നീ നല്ലപോലെ പെർഫോം ചെയ്താൽ നിനക്ക് ഇത് തരാം, അവിടെ അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവന് TV കാണുന്ന ഇഷ്ടമായിട്ടുള്ള ആളാണ്, പുറത്ത് പോയി കളിക്കുന്ന ഇഷ്ടമായിട്ടുള്ള ആളാണ്, അങ്ങനെയാണെങ്കിൽ അത് നീ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് പോയി കളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നീ ഇത് കംപ്ലീറ്റ് ചെയ്യണം. സോ ദീസ് ആർ ഓൾസോ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ടെക്നിക്സ് ആണ്. പക്ഷെ പണിഷ്മെന്റ് എന്നുള്ള വേർഡ് പറയുമ്പോൾ നമ്മുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ആ ഒരു ഫാക്ടർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതാണ്. അതായത് ഇപ്പം തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്മെന്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു ഫാക്ടർ, ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, നമുക്ക് ഇന്ന് എല്ലാ നോളജും കിട്ടും. അതായത് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഗൂഗിൾ ആയിക്കോട്ടെ, ChatGPT ആയിക്കോട്ടെ, അതൊക്കെ ഒരു ടൈലേർഡ് സാധനമാണ്, ഇൻഡിവിജ്വലി ടൈലേർഡ് അല്ല. ഇപ്പം എൻ്റെ കുട്ടിക്ക് എന്താ പ്രശ്നം എന്നുള്ളത് എൻ്റെ കുട്ടീനോട് സംസാരിച്ചാലേ കിട്ടുള്ളൂ. അത് സോഷ്യൽ മീഡിയ എന്നൊന്നും കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അവരോട് സംസാരിക്കുക. ഈ പറയുന്ന എല്ലാ ടെക്നിക്സും നിങ്ങളുടെ കുട്ടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ നിങ്ങൾ സംസാരിച്ച് അവിടെ അവനെ ഇപ്പം ചില കുട്ടികൾക്ക് സ്പോർട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ ടൈലർ ചെയ്യുക. ഈ രീതിയിൽ വേണം നിങ്ങൾ കുട്ടികളിൽ അപ്രോച്ച് ചെയ്യാൻ. പണ്ടൊക്കെ നമ്മൾ കൗമാരപ്രായം മുതൽ അങ്ങോട്ടായിരുന്നു ആത്മഹത്യാ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 9 വയസ്സും 10 വയസ്സൊക്കെയുള്ള കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ഗാനമേളക്ക് പോകാൻ അനുവദിക്കാത്തതിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിലുള്ള എന്തൊരു ഫാക്ടർ എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് അഡ്വേഴ്സിറ്റി കോഷ്യൻ എന്ന് പറയും. അതായത് റെസീലിയൻസ് എന്ന് ബേസിക്കലി പറയും. ഇപ്പോൾ പണ്ട് ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള പലരും ഉണ്ടാകും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നിട്ട് അതിനെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് എത്തിയത്. ഇപ്പം ഞാൻ കാണുന്ന ഒരു അഡോളസൻസ് സ്റ്റേജിലുള്ള 80% ഓഫ് കുട്ടികൾക്കും ആ അഡ്വേഴ്സിറ്റി കോഷ്യൻ്റ് കുറവായിട്ട് കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഓഫ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പാരൻറ്റിങ് തന്നെയാണ്. അതായത് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയണ പോലെ കുട്ടീന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുട്ടിയുടെ ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് കൊടുത്ത് വളർത്തുന്ന പാരൻസിൻ്റെ കുട്ടികളായിരിക്കാം. പക്ഷേ അവരുടെ ലൈഫിൽ നമ്മൾ വീണാലേ നമ്മൾ എണീറ്റ് നടക്കാൻ പഠിക്കും എന്നുള്ള പറയുന്ന പോലെ കുട്ടി തോൽക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് ലൈഫിൽ ഉണ്ടാവണം. പക്ഷെ ഇന്നത്തെ പാരൻസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവർക്കൊരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് കൊടുക്കാനേ പാടില്ല, അവനൊരു ബുദ്ധിമുട്ട് വരാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കുട്ടി ജീവിതത്തിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഒരു തോൽവി നേരിടുമ്പോൾ അവൻ അവിടെ എന്താ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരികയും അവർ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് ഡീൽ ചെയ്ത് പോവുകയും വരുന്നുണ്ട്. അപ്പം മേക്ക് ഷുവർ ദാറ്റ്, അതായത് അവന് ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നമുക്ക് എപ്പോഴും അവരുടെ ഒപ്പം പറ്റണമെന്ന് വരില്ല. അപ്പോൾ ചില സമയങ്ങളിൽ അവർക്ക് എന്താവും, നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാകും. മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ അവരുടെ ഒപ്പം ഉണ്ട്, അവന് ആ കോൺഫിഡൻസ് കൊടുക്കണ്ടേ. പക്ഷെ ഇന്ന് പാരൻസ് കുറച്ചും കൂടി ഇത് ചെയ്തിട്ട് കോൺഫിഡൻസ് കൊടുക്കണതിന് വരെ നിനക്ക് അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് വേണ്ട, നീ ബുദ്ധിമുട്ട് അറിയണ്ട. ചിലപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, അത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ട്രോമ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും അവനെ അറിയിക്കേണ്ട, അല്ലെങ്കിൽ അവനെ ഒരാൾ വഴക്ക് പറയേ വേണ്ട, കസിൻസ് വഴക്ക് പറയേ വേണ്ട, അവൻ എന്ത് ചോദിച്ചാൽ അപ്പം തന്നെ വാങ്ങി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൻ പെർസീവ് ചെയ്യുന്ന കാര്യം, ഓക്കെ ദിസ് ഇസ് ലൈഫ്
ലൈഫ് എന്നുള്ളൊരു സാധനമാണ്. അതിന് പകരം ചില സമയങ്ങളിൽ പാരൻസിന് നോ അവന് കിട്ടിയേ തന്നെ പറ്റുള്ളൂ. അതുപോലെ ചില സമയത്ത് അവന് വീണ് ഓക്കെ കുഴപ്പമില്ല നീ എണീറ്റോ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കംഫർട്ട് സോൺ അവന് കൊടുക്കണം. അങ്ങനെ അവനെ വളർത്തിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ആത്മഹത്യാ നിരക്കൊക്കെ കുറയും. ഇപ്പം ഇത് നമ്മൾ പല സമയങ്ങളിൽ ഇപ്പം ഈ റീസെൻ്റ്ലി ആണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പണ്ടൊക്കെ ഉണ്ട്. പക്ഷെ റീസെൻ്റ്ലി കൂടാനുള്ള കാരണം പാരന്റിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ്.